Hello guys, welcome back to our gaming channel. My next video is on Let's Grow. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് കില്ല്, നമ്മുടെ ഫസ്റ്റ് ഡൗൺ ചെയ്യുന്നത് ഇവിടെ തന്നെയല്ല. ഞാൻ എന്താ സന്തോഷത്തിലാണ് ഈ കില്ല് നടക്കുന്നത്. ഭയങ്കര മാസമായിട്ടുള്ള ഗെയിം പ്ലേ ഒന്നുമല്ല, ടോട്ടൽ ഒരു 8 കില്ലിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്നായി ഒരു 1K കൊള്ളാമെന്നുണ്ട്. എല്ലാം ഒന്ന് സഹായിക്കുക. ഇതാണ് ഫസ്റ്റ് ഡൗൺ അല്ലേ. അടുത്ത ഡൗൺ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഡൗൺ ആവും. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങി ഇപ്പം ഇവനാണ്ട കുണ്ണ അങ്ങോട്ട് പോയോണ്ടോ, അവൻ ഇപ്പം എന്നെ അടിച്ചിരും. അവിടെ എന്നെ അവൻ അടിച്ചിരും. അപ്പോൾ കണ്ടോണം, ഞാൻ ചെന്ന് കയറി കൊടുക്കും. എന്തിൻ്റെ ആവശ്യം എന്നുള്ളതായിരുന്നു എനിക്കറിഞ്ഞൂടാ. ശരിക്കും ഇതെന്തായിരുന്നു ആവശ്യം എന്നുള്ളതൊന്നും കണ്ടോ. അവൻ അടിച്ച അടി എൻ്റെ അമ്മ. ഇപ്പം അവനെ ഡൗൺ ആക്കും, നമ്മുടെ ടീംമേറ്റ് അവനെ ഇപ്പോൾ ഡൗൺ ആക്കും. അവനോട് നിന്ന് ഒരു ഫയറിംഗ് ബോൾ എറിഞ്ഞ് ഡൗണായി. അപ്പുറത്തേക്ക് അവൻ ഡൗണായി. എന്നിട്ട് അവന്മാർ വന്ന് ഇപ്പം എന്നെ റിവൈവ് ചെയ്യും, അവനെ എൻ്റെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യും. ഇത് എൻ്റെ സ്ക്വാഡൊന്നുമല്ല, നമ്മുടെ സ്ഥിരം ഗെയിം കളിക്കുന്ന സ്ക്വാഡ് പിള്ളേർ സെറ്റ്, നമ്മുടെ കമ്പനി സ്ക്വാഡൊന്നുമല്ല. ഇത് റാൻഡമായിട്ട് കിട്ടിയതാണ്. റാൻഡമായിട്ട് കിട്ടിയൊരു സ്ക്വാഡിനകത്ത് കയറി അതിനകത്ത് കളിച്ച ഗെയിം പ്ലേ ആണ്. ടോട്ടൽ ഞാൻ 8 കില്ലടിക്കുന്നൊരു ഗെയിം പ്ലേ കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ്. എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു കില്ലം കണ്ടേ ഉള്ളൂ ഇവിടെ. ബാക്കി നമ്മൾ മറ്റേ ഹൈസ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ പഴയ പീക്കില്ലേ, അവിടെയാണ് ബാക്കി കില്ലും ഷൂട്ടൗട്ടൊക്കെ നടക്കുന്നത്. പിന്നെന്താ, ഇതിനകത്തൊരു നല്ലൊരു ഇത് ഞാൻ ഒരു ടീമിലെ 2 പേര് ഒരു ഡുവോനെ അത് കണ്ടു നോക്കും. എനിക്ക് ഭയങ്കര സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, കൂടെ കൂടിയോ. നമ്മൾ റാൻഡമായിട്ടുള്ള ഗെയിം പ്ലേ ഒക്കെ ഉണ്ട് ഇനി. അതുപോലെ നല്ല കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അത്ര വലിയ പ്ലെയറൊന്നും അല്ല, നമ്മളൊരു ഇതായിട്ട് കളിക്കുന്നത് മാത്രം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നല്ലോണം കളിക്കുന്നവർ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നമുക്ക് ഒരുമിച്ചൊക്കെ കളിക്കാം. നമ്മുടെ ഇവിടുത്തെ പിള്ളേർ സെറ്റിൻ്റെ കൂട്ടത്തിലൊന്നും ഇപ്പം ഞങ്ങളുടെ ഗിൽഡൊക്കെ അപ്പടെ അടിച്ചു പിരിഞ്ഞ് മാറിയിരിക്കുക. വേറെ ഏതെങ്കിലുമൊക്കെ പിള്ളേരുണ്ടെങ്കിൽ ഒരു ഗിൽഡ് തുടങ്ങണം, ഇതൊക്കെ താല്പര്യമുണ്ട്. നല്ല അടിപൊളി പിള്ളേരുണ്ടെങ്കിൽ പറയൂ, എങ്കിലേ നമുക്കിവിടെ അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു മാസ്റ്ററൊക്കെ അടിക്കണമെന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അടിക്കാം. മാസ്റ്റർ വരൂ, വെൽക്കം. പിന്നെന്താണ്, നമ്മുടെ കൂട്ടത്തിലെ GP ഗുരു എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ അവിടെ ആണ്, ഹൈസ്കൂളിലാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. എന്താ ഇവിടെ ടെലിപ്പോർട്ട് മറ്റേ പുതിയത്, സത്യം പറയാം പുതിയ അപ്ഡേറ്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബഗ്ഗും ഉണ്ട്. അതുപോലെ ഭയങ്കര ഇഷ്യൂ ആണ്. അറിഞ്ഞൂടെ, എനിക്ക് മാത്രമാണെന്ന് അറിഞ്ഞൂടെ. നിങ്ങൾക്ക് ആ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് പറയണേ. എനിക്ക് കണ്ടോണം ഇവിടെ ഈ ഒരു ഗെയിം പ്ലേയിൽ എൻ്റെ ഫുൾ ലാഗും ബഗ്ഗും എല്ലാം എന്നിട്ട് കാണിക്കുന്നുണ്ട്. ചില ടൈമിൽ ഞാൻ ഗണ്ണ് സ്വിച്ച് ചെയ്ത് ഇഷ്ടമുള്ള, നമുക്കിപ്പോൾ എൻ്റെ ഒരു ഇപ്പോൾ MP40 വുഡ് പക്കർ ഇരിക്കുന്നത്, MP40 എടുക്കാൻ നോക്കുമ്പോൾ തന്നെ വുഡ് പക്കറാണ് കൈ വന്നത് കയറുന്ന ഇടയ്ക്ക്. എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ അതോ പുതിയ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ നിന്ന് കറങ്ങുന്നുണ്ട്. കുറച്ച് ദൂരം നമ്മളിങ്ങനെ നിന്നൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേറിച്ചെന്ന് അടിക്കാണ്ട് ചെല്ലുന്നത്. ഇപ്പോൾ ഇപ്പോഴൊന്നും അടിയൊന്നുമില്ല. ഈ ഒരു സമയത്തെല്ലാം മൊത്തത്തിൽ ശാന്ത മൂക്കത്തെയാണ്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് ഇവനിവിടെ ഇറങ്ങി ഒരു എത്ര 7 or 6 കൊണ്ട് കില്ല് അവൻ എടുത്തു കഴിഞ്ഞു. ഞാനിപ്പോൾ ഒറ്റ കില്ല് എനിക്ക് അവൻ ആ ടൈം കൊണ്ട് തന്നെ 7 കില്ല് എടുത്തുകൊണ്ട്. അടിപൊളി ഒരു പ്ലെയർ.
ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി തൊട്ട് പുള്ളിയോടൊക്കെ നല്ലോണം ഒന്ന് കളിക്കണം, നല്ല ഗെയിം പ്ലേ ഒക്കെ കളിച്ച് റെഡിയാക്കണം. കണ്ടില്ല, അവനവിടെ ഒരു സ്ക്വാഡിൻ്റെ കണ്ണാക്കി ചെന്ന് കയറി അവൻ കില്ലൊക്കെ എടുക്കുന്നത്. നല്ല നൈസ് ഒരു പ്ലെയർ, എനിക്ക് ഇഷ്ടപ്പെടാൻ ഗെയിം പ്ലേ. എന്തായാലും കണ്ടു നോക്കൂ. ഇവിടാണ് ഇപ്പോൾ രണ്ടാമത്തെ എൻ്റെ കില്ല്. ടോപ്പിൽ നിൽക്കുന്ന ഒരുത്തനുണ്ട്, രണ്ടാണോ? അതെ അതെ, അതിപ്പോൾ എൻ്റെ മുമ്പിലോട്ട് ചാടി വരും. എനിക്ക് തന്നെ അടിക്കാൻ നോക്കി, എനിക്ക് ഡാമേജ് എടുക്കാൻ പറ്റില്ല, അവൻ എന്നെ ഡാമേജ് തരാൻ പറ്റിയില്ല. അവൻ നേരെ എടുത്ത് അവിടെ ചാടുകയും ചെയ്തു. കണ്ട ഇവിടെ അവിടെ നിന്ന് ഞാൻ ചാടിയതാണ്, പക്ഷേ ആ കട്ടിലിൻ്റെ അവിടെ വന്നിട്ട് 2 തവണ ക്ലിക്ക് ചെയ്തിട്ടും കയറിയില്ല. അന്നേരമാണ് എനിക്ക് ടൈം ലാഗ് വന്നു. അവിടെ ഒരു ടൈം ഇഷ്യൂ ഭയങ്കരമാണ് ഇപ്പോൾ. ഞാൻ ഇപ്പോൾ MP40 ഒന്നുകൂടെ മറ്റേ പുതിയൊരു MP40 ഉണ്ടല്ലോ, അത് പുതിയ ഒരു ഇത്, അതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റിൽ കുറേ സ്കില്ലുകളൊക്കെ എനിക്കത് യൂസ് ചെയ്യാനൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അതൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന പ്ലെയേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാ, നമുക്ക് എനിക്കതൊക്കെ ഒന്ന് പഠിക്കണം. കാരണം ആ സ്കില്ലൊക്കെ അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ഫയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ക്യാരക്ടർ എന്നുള്ളത് പറയാം. എനിക്കേറ്റവും ഇഷ്ടം നമ്മുടെ ലോക്കാണ്. ഞാനിത് ഫ്രീ ഫയർ മാത്രമല്ല, ഈ ചാനലിൽ ഞാൻ പബ്ജിയുടെ വീഡിയോ ഒക്കെ ഇടാനായിട്ടുള്ളൊരു ഇതുണ്ട്. ഇടയ്ക്ക് പബ്ജി കളിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് പിന്നീട് ഞാൻ തിരിച്ച് പിന്നെ ഫ്രീ ഫയർ എടുത്ത് വന്നതാണ്. ഇടയ്ക്ക് എൻ്റെ അക്കൗണ്ട് ഒന്ന് ബാനായി പോവുകയൊക്കെ ചെയ്തായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തതല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു എന്നൊരു പിടിയില്ല. അതുപോലെ ഇത്തറി വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാനാവുമോ കേസ്? അതൊന്ന് പറയണേ, എനിക്ക് അറിഞ്ഞൂടോ ഇതിനെപ്പറ്റി. വലിയൊരു ധാരണയൊന്നും ഇല്ല എനിക്ക്. ഞാൻ കുറേ നാളായി ഇതിനകത്ത് കളിച്ചിട്ട് തന്നെ. നമ്മുടെ ടീംമേറ്റിനെയൊക്കെ റിവൈവ് ചെയ്ത് എല്ലാം സെറ്റായി നിൽക്കുക. കൂടെ കളിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നത്. ബാക്കി 2 പേരും ഒരു ആവറേജ് കളിയാണ്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് വലിയ പ്രോ പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിലൊന്നും കളിക്കാനല്ല ഗൈസ്. ഞാനൊരു സാധാരണ രീതിയിൽ കളിക്കുന്നതിനാണ്, വലിയ പ്രോ ഒന്നുമല്ല. ഇവരെനിക്ക് ആ റേഞ്ചിലുള്ള ആൾക്കാരോട് തന്നെ കളിക്കാനാണ് എനിക്കിഷ്ടം. അല്ലേ, എൻ്റെ കളിയൊക്കെ കണ്ടില്ലേ, ഹെഡ് പോലും കയറണില്ല നല്ലോണം. ശരിക്കും എനിക്ക് എൻ്റെ വേറൊരു ഗെയിം പ്ലേ ഞാനായിട്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. നല്ല അടിപൊളി ഒരു ഗെയിം പ്ലേ ആയിരുന്നു. മൊത്തം 11-12 ഹിറ്റ് അങ്ങനെ എടുക്കുന്നൊരു ഗെയിം പ്ലേ ഉണ്ടായിരുന്നു. അടിക്കുന്ന VR. അത് കഴിഞ്ഞ സീസണിലായിരുന്നു. അതെൻ്റെ അങ്ങ് പോയി. അതെന്നിട്ട് അത് വിടായിരുന്നു. അത് നൈസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിം പ്ലേ മൊമെൻ്റ് ആയിരുന്നു അത്. അതിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി ക്ലച്ച്. അതുപോലെ ഞാൻ ഒരു 1v4 ഒക്കെ എടുത്തെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ എന്താ ചെയ്യാൻ, കിട്ടിയില്ല, അത് പോയി. ഇപ്പം ആപ്പാടെ വേണ്ട. ഇവിടെ ഞാൻ ആ എനിമി ഡൗൺ ആക്കിയിട്ട് ഇവിടെ നിന്നിട്ട് തിരിയാനാണ് നോക്കുന്നത്. പക്ഷേ എനിക്കവിടെ തിരിയാൻ പറ്റുന്നില്ല. സ്ക്രീൻ നേരെ തന്നെ പോവുക. ഞാൻ വട്ടം കറങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി നേരെ കയറണത്. അല്ലാണ്ട് ഞാൻ തിരിയുന്നില്ലെന്നല്ല, എൻ്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് തിരിഞ്ഞത് നേരെ നേരെ വരിക. എനിക്ക് അറിഞ്ഞൂടെ എന്താന്ന്, നമുക്കറിയാമെന്നുണ്ടെന്ന് പറയണേ. അതാണ് ഇപ്പോൾ അടിക്കാൻ നോക്കിയപ്പോഴും വുഡ്പക്കറല്ല എടുക്കാൻ നോക്കിയത്. MP40 ആണ് ഞാൻ അവിടെ എടുക്കാൻ നോക്കിയത്. അതിന് മുമ്പ് കിട്ടിയപ്പോൾ വരെ എനിക്കൊന്നും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കയ്യിലോട്ട് ഗണ്ണുകൾ കയറുമ്പോൾ ഒക്കെ. അല്ല, ആ കിലിപ്പ് എനിക്ക് കിട്ടേണ്ടതില്ലായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഉള്ളൊരു ഇതാണ്. ഈ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ മാറും. ഇപ്പം തന്നെ അവൻ 6 കില്ലായി. 7 സോറി 6. ഞാനിപ്പോൾ 4 കില്ല്. ഞാൻ മൊത്തം 4. ഇപ്പം ഉണ്ട് എനിക്കിട്ട് നല്ലൊരു ഡാമേജ് കിട്ടും. ഞാൻ ഓർത്ത് ഇവിടെ ഞാൻ ഡൗണായെന്നെത്തി. പക്ഷെ പെട്ടെന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഗോളിടാൻ, അതുപോലെ തന്നെ എതിരെ അവിടെ കളിച്ചവന്മാർ അവരായിട്ട് ശ്രദ്ധിക്കാത്തതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ മേളിൽ കാണുന്നുണ്ടോ, മേളിലൊക്കെ ആൾ കയറുന്നുണ്ടോ എന്ന് നോക്കി കളിക്കാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടതല്ലെന്നുണ്ടായിരുന്നെ പെട്ടുപോയാന്. അവിടെ ഉണ്ട്, ഇതുണ്ട്, അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര റീക്കോയിലാണോ എന്താണോ മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ചില സമയത്ത് ചില കാര്യങ്ങളൊന്നും. ഇവനോട് ഡൗൺ എടുത്തു. അവനിപ്പോൾ തന്നെ കണ്ട് കോളേജിൽ 10 കില്ല കണ്ട് ഇവനെ. പിന്നെ കളി തീരുമ്പോൾ ഉള്ള ആ ഒരു ഇതില്ല കേട്ടോ എൻ്റെ കയ്യിൽ. ആ റെക്കോർഡ് എൻ്റെ കിടപ്പില്ല. ഇത് ഞാൻ രണ്ടാമതിരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ ഗെയിം പ്ലേ കളിക്കാണ്ട് ഗെയിമൊക്കെ കളിക്കാണ്ട് നല്ല ഡിവൈസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കളിക്കുന്ന Redmi 12 5G എന്ന് പറഞ്ഞ ഫോണിലാണ്. അതിനകത്ത് അങ്ങോട്ട് സ്കൂട്ടാവുന്നില്ല. കുഴപ്പമില്ല,
അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അടുത്തൊരു ഇവിടുന്ന് പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് പോകും. ഇവിടുന്ന് ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങും. അവിടെ ഇപ്പോൾ അവനൊരു കില്ലെടുക്കും. ഇവിടെ ഈ വീട്ടിനകത്തൊരുത്തൻ്റെ ഇരിപ്പുണ്ട്, അവൻ്റെ ഒരു കില്ല് അവനെ ഇപ്പോൾ എടുക്കുക. വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് കണ്ട് ഇതിൻ്റെ അകത്തല്ല, വെളിയിലെടുത്തിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഇടും. ഇന്ന് കണ്ടോ, ഞാൻ അകത്തോട്ട് കയറിയിട്ട് സൈഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അതവിടെ കില്ലെടുത്ത് കഴിക്കട്ടാ. ഇത് കഴിഞ്ഞ് പിന്നീട് ഇവൻ ഇപ്പുറത്തെങ്ങാണ്ട് പോയി ഡൗൺ ആവുന്നുണ്ട്. എനിക്കിങ്ങനെ സപ്പോർട്ടീവായിട്ട് കളിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കളിക്കുന്ന പ്ലെയേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാം, റഷ് ചെയ്ത് കളിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്. അതുപോലെ ഇത് കണ്ടോ അവിടെ 2 തവണ റെഡ് ഔട്ട് വീഴുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തത് കൊള്ളുന്നില്ല. അതെന്താണെന്നോ എന്തൊക്കെയാണെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ ലാസ്റ്റിലത്തെ ഗെയിം പ്ലേ ഉണ്ട്, ലാസ്റ്റ് ഫൈറ്റ് ഒരു ഫുൾ സ്ക്വാഡ് റഷിങ് ഉണ്ട്. അതിനകത്ത് എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, ഞാൻ ഒരുത്തൻ മണ്ടയ്ക്ക് വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് അവനെ അടിക്കാൻ തുടങ്ങുന്ന ടൈമിൽ എൻ്റെ പുറകിൽ നിന്നൊരു അടി എനിക്ക് കിട്ടുന്നുണ്ട്. അത് എന്തടിയാണെന്നോ എങ്ങനത്തെ അടിയാണെന്നോ ഒരു പിടിയില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തത് ഇവിടുന്ന് ചിലപ്പോൾ ഓടി അപ്പുറം വഴി വന്നായിരിക്കാം, പക്ഷെ ഇത്ര പെട്ടെന്ന് ഇപ്പുറത്ത് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? അല്ല ഞെക്കി പിടിച്ചൊക്കെ ഡൗൺ ആക്കി നമ്മൾ അടിച്ച് പൊട്ടിച്ചാളെ. ബാലൻ്റെ അടുത്താണോ നമ്മുടെ ഈ ഒരു ടീമേറ്റ്? അവസാനം കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഗെയിം പ്ലേ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. അതിനിടയ്ക്ക് നെറ്റ് ബഗ് ഉണ്ട് നല്ല രീതിയിൽ. അതെന്ത് മൊബൈൽ ഡേറ്റ കളിക്കുന്നുണ്ടായിരിക്കും. ഞാനിവിടെ ഷോപ്പിൽ വൈഫൈ കണക്ഷൻ ഉണ്ട്, വൈഫൈ ഉണ്ട്, അതിലാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കളിക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മറ്റേ ഈ കണ്ട പേരെന്തോ MD49 എടുത്ത് ഈ MD49 ക്ലച്ച് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ GP ഗുരു ഇതാണ് വന്നിട്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ കൂടെ നിന്ന പ്ലെയർ, അവൻ എനിക്കിപ്പോൾ നല്ല സപ്പോർട്ടായിട്ട് കളിക്കുന്നത്. അവൻ്റെ മുമ്പ് കവറെടുത്ത് കയറി വരുന്നു. ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കി വരുന്നു. ഇപ്പോൾ ഒരു ഡൗൺ ഉണ്ട് കണ്ടോ. വലിയ ലോങ്ങിലല്ല, പക്ഷെ ഒരു സർപ്രൈസ് അടിയായിരുന്നു എൻ്റെ അടുത്ത്. അവൻ കണ്ടിട്ടില്ല ഞാനവിടെ നിൽക്കുന്നത് എന്തോ വന്നു. അവനെ വളരെ ടൈം കൊടുത്തില്ല, അവനെ അടിച്ചു. അവനെ കുറച്ചും കൂടെ എനിക്ക് കിട്ടിയിരുന്ന അവനെ അടിക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്ക് അവനോട് ഗുവാൾ ഇത് മറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ടോപ്പിൽ എൻ്റെ കില്ലിപ്പോൾ കുമ്പിക്കൊണ്ട് കണ്ടോണം. എൻ്റെ കില്ല് പോയി. ഞാനിപ്പോൾ ഇവിടുന്ന് ടോപ്പിലോട്ട് കയറും. ഇനിയിപ്പോൾ ഞാൻ ടോപ്പിലോട്ട് കയറി എൻ്റെ പഴയ കില്ല് പോയി. അതിന് വേറെയായിട്ട് ഇപ്പോൾ അടിച്ചിട്ടവളെ അടിച്ചിടുകയാണ്. മുമ്പേ മേളിൽ അടിച്ചിട്ടവളെ തന്നെയാണ് ഇപ്പോഴും. എന്താണ് സംഭവം ഒന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് ഒരു ക്ലച്ച് ഉള്ളത്. ഒരു ടീമിലെ 2 പേരെ വൈപ്പ് എടുക്കുന്നുണ്ട്. ഇച്ചിരി ലോങ് ആണ് കണ്ടോ. കാരണം ഇപ്പുറം ഓപ്പണാണ്, ഞാൻ അടിക്കുന്ന ഏരിയ ഭയങ്കര ഓപ്പൺ ഏരിയ കണ്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ക്ലച്ച് എടുക്കുന്നത്. അതിനെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ ടീമേറ്റ് വലിയ കൂടിയ പ്ലെയേഴ്സൊന്നും അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മളെ അടിക്കാൻ ചേർന്നല്ലേ. ടീം വൈപ്പ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 8 അടി കിട്ടും, നല്ല കീച്ചിനടി കിട്ടും. അടി നോക്കായി. നമ്മുടെ ഈ പയ്യൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് വന്ന് മെൻ്റാലിറ്റിയുള്ള പയ്യനാണ്, നല്ല അടിപൊളി പയ്യനാണ്. അതുപോലെ നമ്മുടെ വീഡിയോസിനകത്തൊക്കെ മ്യൂസിക് കയറ്റിയിരുന്നോ, അതോ നമ്മുടെ ഓഡിയോ തന്നെ മതിയോ? എൻ്റെ ഓഡിയോ ഒക്കെ പറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാൻ. അതേ ഇപ്പോൾ കണ്ടോ എനിക്കിത് പുറകിൽ നിന്ന് അടി വരുന്നുണ്ട്. അത് ഏതവനെ അടിച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ സ്കോഡ് വന്ന് ഇറങ്ങി വരവ് നോക്കുക. എന്തടി അടിച്ചു? എൻ്റെ അമ്മ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ഡിസർവിങ് ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരണേ.